നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിൽ ഇന്ന് NHSൽ ചികിത്സയ്ക്കായി എത്തിയ കുട്ടികളെ വില്യം രാജകുമാരൻ സന്ദർശിച്ചു. NHS സെപ്റ്റംബറിൽ ഗാസ കുട്ടികൾക്കായി പ്രത്യേക ചികിത്സ ആരംഭിച്ചിരുന്നു. നവംബർ 21 വരെയുള്ള കണക്ക് പ്രകാരം 50 കുട്ടികൾ ചികിത്സയിൽ കഴിയുകയാണെന്ന് ബ്രിട്ടീഷ് ആരോഗ്യ സാമൂഹിക പരിചരണ വകുപ്പ് അറിയിച്ചു. കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും കാണിക്കുന്ന ധൈര്യത്തെ രാജകുമാരൻ അഭിനന്ദിച്ചു. ദുരനുഭവം അനുഭവിച്ച കുട്ടികൾക്ക് ആശ്വാസം നൽകുവാനായിരുന്നു രാജകുമാരന്റെ സന്ദർശനം. ഈ സമയത്ത് അത്യന്തം മികച്ച സേവനം നൽകുന്ന NHS ടീമുകൾക്ക് രാജകുമാരൻ നന്ദിയും അറിയിച്ചുവെന്ന് കൊട്ടാര വക്താവ് അറിയിച്ചു. ഗാസയിൽ നിന്ന് രോഗികളായ കുട്ടികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും UKയിലേക്ക് മാറ്റിയതായി ബന്ധപ്പെട്ട ആദ്യ റിപ്പോർട്ടുകൾ സെപ്റ്റംബറിലാണ് വരുന്നത്. എന്നാൽ ഇവരുടെ വ്യക്തിഗത വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഇംഗ്ലണ്ടിലെ വിവിധ നഗരങ്ങളിൽ നടന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ തീവ്രവാദ നിയമപ്രകാരം ഡസൻ കണക്കിന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച ബ്രസൽസ്, മാഞ്ചസ്റ്റർ, ബർമിംഗ്ഹാം ഉൾപ്പെടെ 10 സ്ഥലങ്ങളിലാണ് പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചത്. ഡിഫൻസ് ഓർ ജൂറീസ് എന്ന പ്രചാരണ സംഘടനയായിരുന്നു സമരങ്ങൾ സംഘടിപ്പിച്ചത്. ജൂലൈയിൽ ടെററിസം ആക്ട് 2000 പ്രകാരം നിരോധിച്ച പലസ്തീൻ ആക്ഷൻ സംഘടനയ്ക്കെതിരായ വിലക്കും പ്രതിഷേധ കാരണങ്ങളാണെന്ന് സംഘാടകർ ആരോപിച്ചു. ബ്രസൽസ് നഗരമധ്യത്തിൽ 31 പേരെയും മാഞ്ചസ്റ്ററിൽ 34 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബർമിംഗ്ഹാമിൽ നഗരമധ്യത്തിലെ ചാമ്പർലെയിൻ സ്ക്വയറിൽ നടന്ന സമരത്തിൽ പലസ്തീൻ ആക്ഷന് പിന്തുണയുള്ള പ്ലക്കാർഡുകളുമായി 25 പേരെ അറസ്റ്റ് ചെയ്തതായി വെസ്റ്റ് മിഡ്ലാൻഡ്സ് പോലീസും അറിയിച്ചു. ശാന്തമായ പ്രതിഷേധത്തിന് ജനങ്ങൾക്കുള്ള അവകാശത്തെ തങ്ങൾ ബഹുമാനിക്കുന്നുവെന്നും എന്നാൽ നിയമം ലംഘിക്കാതെ പലസ്തീനെ പിന്തുണച്ച് പലരും പ്രതിഷേധിക്കുകയാണെന്നും നിരോധിത സംഘടനകൾക്ക് പിന്തുണ നൽകുന്ന പ്രവൃത്തികൾ നിയമലംഘനമാകുന്നതിനാൽ അതിനെതിരെ നിയമപ്രകാരം നടപടിയെടുക്കുമെന്നും ചീഫ് ഇൻസ്പെക്ടർ ജെയിംസ് ലിറ്റിൽഹിൽസ് പറഞ്ഞു. പ്രശസ്ത നാടകകൃത്തും തിരക്കഥാകൃത്തുമായ ടോം സ്റ്റോപ്പാർഡ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സ്റ്റോപ്പാർഡിന്റെ നിര്യാണത്തിൽ ചാൾസ് രാജാവും കാർമില രാജ്ഞിയും ആദരാഞ്ജലികൾ അർപ്പിച്ചു. തങ്ങളുടെ മഹത്തായ എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹമെന്നും ഏത് വിഷയത്തിലും ഒരൽപ്പം ഹാസ്യത്തോടെയുള്ള തൂലിക ചലിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്നും ടോം സ്റ്റോപ്പാർഡിനെ അനുസ്മരിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു. ഓസ്കാർ, ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഷേക്സ്പിയർ ഇൻ ലവ് എന്ന ചിത്രത്തിന്റെ തിരക്കഥയ്ക്കാണ് ഓസ്കാർ അവാർഡും ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും അദ്ദേഹം നേടിയത്. 60 വർഷത്തിലധികം നീണ്ട സൃഷ്ടി ജീവിതത്തിൽ തത്വചിന്തയും രാഷ്ട്രീയവും ഉൾപ്പെടെ ഒട്ടേറെ മേഖലകൾ നാടകങ്ങളിൽ വിഷയമാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ മരണം ലോകമെമ്പാടുമുള്ള സാംസ്കാരിക സാഹിത്യ മേഖലയിൽ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. നോട്ടിംഗ്ഹാമിൽ ട്രെയിനിടിച്ച് 14കാരൻ മരണപ്പെട്ടു. 14 വയസ്സുള്ള ജോഷ ട്രാവിസ് ആണ് മരണപ്പെട്ടത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഫുട്ബോൾ അക്കാദമിയിലെ മുൻ താരമായിരുന്നു. ബുധനാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. നോട്ടിംഗ്ഹാം ഷെയറിലെ ബാർട്ടണിൽ ജോയ്സിൽ ട്രെയിനിടിച്ച് മരിച്ചതായി ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസാണ് അറിയിക്കുന്നത്. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കുട്ടി മരണപ്പെട്ടിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കുട്ടിയുടെ മരണത്തിൽ സംശയാസ്പദമായ ഒന്നും ഇല്ലെന്ന് പോലീസ് വ്യക്തമാക്കി. റെയിൽ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് സംഭവം സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലും വെയിൽസിലും വിവിധ സ്ഥലങ്ങളിലായി കനത്ത മഴ തുടരുന്നു. ഇത് വെള്ളപ്പൊക്ക ഭീഷണി ഉയരുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇംഗ്ലണ്ടിലും വെയിൽസിലും വിവിധ നദീതീരങ്ങളിൽ മുന്നറിയിപ്പുകൾ നിലവിലുണ്ട്. ഈസ്റ്റ് മിഡ്ലാൻഡ്സ്, നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട്, യോർക്ക്ഷയർ, ഹംബർ മേഖലകളിലേക്കുള്ള യെല്ലോ മുന്നറിയിപ്പും പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിൽ 60 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് മെറ്റ് ഓഫീസ് പ്രവചിക്കുന്നത്. തിങ്കളാഴ്ച വടക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ടും വെയിൽസും ഉൾപ്പെടെ വ്യാപകമായ മഴയ്ക്ക് യെല്ലോ ആംബർ മുന്നറിയിപ്പുകളും മെറ്റ് ഓഫീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദേശത്തെ ജോലി വാഗ്ദാനം ചെയ്ത് 50 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. വടക്കഞ്ചേരി അഞ്ചുമൂർത്തിമംഗലം കണ്ടങ്കാളിപ്പൊറ്റ ആർ വിഷ്ണുരാജാണ് അറസ്റ്റിലായത്. 2003 ഡിസംബർ 8 മുതൽ 2014 ഏപ്രിൽ 1 വരെ UKയിലേക്ക് വിസയും ജോലിയും വാഗ്ദാനം ചെയ്ത് പുലാപ്പറ്റ സ്വദേശി സന്ദീപ്, ഭാര്യ അർച്ചന എന്നിവരുടെ 7 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിലാണ് അറസ്റ്റുണ്ടായിട്ടുള്ളത്. ഇയാൾ 15 പേരിൽ നിന്ന് 50 ലക്ഷം രൂപ തട്ടിയെടുത്തതായി
പോലീസ് പറഞ്ഞു. ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒളിവിലായിരുന്ന പ്രതിയെ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പോലീസിന് പിടികൂടുവാൻ സാധിച്ചത്. വടക്കഞ്ചേരിയിൽ കൺട്രോൾ LLP എന്ന സ്ഥാപനം നടത്തി സ്ത്രീ ജീവനക്കാർ വഴിയാണ് ഭൂരിഭാഗം തട്ടിപ്പും നടത്തിയത്. സമൂഹ മാധ്യമങ്ങളിലും ഇയാൾ പരസ്യം നൽകി. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ ഒരാൾ കൂടി കേരളത്തിൽ നിന്ന് അറസ്റ്റിലായിട്ടുണ്ട്. മൂവാറ്റുപുഴ രണ്ടാർക്കര കല്ലിക്കുഴിയിൽ വീട്ടിൽ അമർദത്ത് സുരേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. യുകെയിൽ ജോലിയും വിസയും വാഗ്ദാനം ചെയ്ത് മുളവൂർ സ്വദേശിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. ഇയാൾ മൂവാറ്റുപുഴ അരമനപ്പടിയിൽ പോസ്റ്റ് സ്റ്റഡി അബ്രോഡ് എന്ന പേരിൽ സ്ഥാപനം നടത്തിവരികയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മഹാസഖ്യത്തിന്റെ പരാജയത്തിന് കാരണം കോൺഗ്രസ് ആണെന്ന് RJD ബീഹാർ സംസ്ഥാന അധ്യക്ഷൻ മംഗൾനിലാൽ മണ്ഡൽ. കോൺഗ്രസ് മഹാസഖ്യം വിടുമെങ്കിൽ സ്വാഗതം ചെയ്യുമെന്ന് മംഗൾനിലാൽ മണ്ഡൽ പറഞ്ഞു. കോൺഗ്രസ് ജയിക്കുന്നത് RJDയുടെ ഔദാര്യം കൊണ്ടാണെന്നും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതാണ് RJDക്ക് നല്ലതെന്നും മംഗൾനിലാൽ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്യൂമറേഷൻ ഫോമുകൾ നൽകാൻ ഡിസംബർ 11 വരെ സമയമുണ്ട്. കരട് വോട്ടർ പട്ടിക ഡിസംബർ 16-നും അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 14-നും പുറത്തുവരും. കേരളമടക്കം 12 ഇടങ്ങളിലാണ് സമയപരിധി നീട്ടിയത്. കണ്ണൂർ തലശ്ശേരിയിൽ പണി തീരാത്ത കെട്ടിടത്തിൽ സ്ത്രീയുടെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയായ പെരിയസ്വാമിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. മദ്യലഹരിയിൽ ഭാര്യയെ മർദ്ദിച്ച് കുഴിയിൽ തള്ളിയിട്ടെന്നും ശേഷം കല്ലെടുത്തിട്ടെന്നുമാണ് പ്രതിയുടെ മൊഴി. അസ്ഥികൂടം തമിഴ്നാട് സ്വദേശിനി ധനകോടിയുടേതാണെന്ന് സ്ഥിരീകരിക്കുവാൻ DNA പരിശോധന നടത്തും. പോലീസ് ഇവരുടെ മക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.